എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. അപ്പോൾ ബുക്ക് ഫെസ്റ്റിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. എഗെയിൻ നമ്മളിതാ ഹെൽത്ത് ടോക്കിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യാണ്. ടോയ്ലറ്റിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്ന ആളുകളാണോ നിങ്ങൾ എന്ന് ചോദിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ, കുറേ പേര് കണ്ടൊരു വീഡിയോ ആണ്. നല്ല രീതിയിലൊരു റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആയിരുന്നു. അതുമായിട്ട് സാമ്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടോയ്ലറ്റിന് പകരം ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ കാണുന്ന ആളുകളാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ കാണാൻ പാടില്ല എന്നിപ്പോ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, ദഹിക്കില്ല, അപ്പൊ മരിക്കുക, അപ്പൊ അതൊക്കെ ദഹനം ശരിയാവില്ല, നമ്മൾ വിഴുങ്ങും. അതല്ല ഇന്ന് ഞാൻ പറയുന്നത്. ദഹനം ശരിയാവില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ മൊബൈൽ കണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? പൊണ്ണത്തടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ മാറ്റി വെച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതൊരു പുതിയ അറിവാണോ? എങ്കിൽ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പലരും കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യും, ഓക്കെ, പക്ഷേ തടി കുറയണില്ല എന്ന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. എന്നാൽ ഭക്ഷണ സമയത്ത് ഈ പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന ഒരു കുന്ത്രാണ്ടം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഡയറ്റ് ചെയ്ത് നോക്കൂ. വേറെ പല ഗുണങ്ങളും ഉണ്ട്. തടി നല്ലവണ്ണം കുറയും ചെയ്യും. അതിന്റെ ഒരു സയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോയിന്റ് തന്നെയാണ്. നമ്മൾ പണ്ട് ബയോളജിയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. ഒരു ഭക്ഷണത്തിന്റെ ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്. നമ്മുടെ വായിലത്തെ ഉമിനീരിൽ ധാരാളം എൻസൈമുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വിഘടിപ്പിച്ചിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ, ഈ ഡൈജഷൻ അഥവാ ദഹനം എന്ന് പറയുന്നത് വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ അങ്ങനെയുള്ള കംപ്ലീറ്റ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ മുഴുവനായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് തുടങ്ങുന്നത് വായിലെ ഉമിനീരുമായിട്ട് ഭക്ഷണം കലരുന്ന സമയത്താണ്. അവിടത്തുള്ള എൻസൈംസ് ഭക്ഷണത്തിനെ വിഘടിപ്പിക്കാനുള്ള ആ ഒരു പ്രക്രിയ തുടങ്ങിത്തരുന്നു. അതിനുശേഷം അന്നനാളത്തിലൂടെ ഭക്ഷണം ആമാശയത്തിലെത്തുന്നു, ചെറുകുടലിലെത്തുന്നു, വൻകുടലിലെത്തുന്നു. അപ്പൊ അവിടെയൊക്കെ പലതരത്തിലുള്ള എൻസൈമുകളും സംഭവങ്ങളും ഒക്കെ ഈ ഭക്ഷണവുമായി കൂടി കലർന്നിട്ടാണ് ഭക്ഷണത്തിൽ നിന്ന് വേണ്ട ന്യൂട്രിയൻസ്, പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മൾ മൊബൈലും കണ്ടിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നടക്കാതിരിക്കുന്നത്? എന്താണ് ഏതൊരു പ്രക്രിയയാണ് ഇതിൽ മിസ്സാവുന്നത്? എന്താ അത്? ചവയ്ക്കുക. ഭക്ഷണം ചൂ ചെയ്യുക, ചവയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ പ്രോപ്പറായിട്ട് നടക്കാത്തത്. ഭക്ഷണം ചൂ ചെയ്യുക എന്ന് പറയുന്നത് പല രീതിയിൽ, ഞാൻ ടോയ്ലറ്റും മൊബൈലും പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, എല്ലാം നമ്മുടെ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. അതിപ്പോൾ മലം പ്രോപ്പറായിട്ട് പോകാനാണെങ്കിലും ശരി, ഭക്ഷണം കഴിക്കാനാണെങ്കിലും ശരി, ഭക്ഷണം ദഹിക്കാനാണെങ്കിലും ശരി, നമുക്ക് വിശപ്പ് മാറാനാണെങ്കിലും ശരി, എല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ചൂ എന്ന് പറയുന്ന, ചൂ ചെയ്യുക, ചവയ്ക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മുടെ പല കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, നന്നായിട്ട് നമ്മുടെ ഭക്ഷണം വായിലെ എൻസൈമുകളുമായി ഉമിനീരുമായിട്ട് കൂടിക്കലർന്ന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ദഹനം തുടങ്ങുന്നത് നല്ല രീതിയിൽ നമ്മൾ ചവയ്ക്കുമ്പോഴാണ്. മൊബൈൽ കാണുമ്പോൾ നമ്മുടെ പകുതിയിലധികം ശ്രദ്ധ മൊബൈലിലായിരിക്കും. നമ്മളിങ്ങനെ ഭക്ഷണം എടുക്കുന്നു, വിഴുങ്ങുന്നു. അത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചൂ അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ചവച്ച് കഴിക്കുന്നതിനെ ഇല്ലാതെയാക്കുന്നു. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭക്ഷണം നന്നായിട്ട് ചവയ്ക്കുമ്പോൾ നമ്മുടെ വായിൽ എത്രത്തോളം ഒരു 15-20 സെക്കൻഡ് എങ്കിലും നമ്മൾ ഭക്ഷണം ചൂ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ നന്നായിട്ട് ചവയ്ക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അവിടെയുള്ള പല നെർവുകളിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് പല സിഗ്നലുകളും പോകും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിശപ്പ് തോന്നാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിശപ്പ് കൂട്ടുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ പേര് ഗ്രലിൻ എന്നാണ്. നമുക്ക് വിശപ്പൊക്കെ തീർന്നു, കുശാലായി, നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് നമ്മുടെ തലച്ചോറിനെ ബോധിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതിന്റെ പേര് ലെപ്റ്റിൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഗ്രലിൻ നമുക്ക് വിശക്കണു എന്ന് തോന്നിപ്പിക്കും. ലെപ്റ്റിൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി, വയറ് നിറഞ്ഞു, സംതൃപ്തിയായി എന്ന് നമ്മുടെ ബ്രെയിനിനെ ബോധിപ്പിക്കും. എല്ലാം നമ്മുടെ ബ്രെയിനിനുള്ള തോന്നലുകളാണ് അല്ലെ. വിശപ്പായാലും ഭക്ഷണം വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് എല്ലാം നമ്മുടെ തലച്ചോറിലാണ്. നിങ്ങൾ നന്നായിട്ട് ചവയ്ക്കുന്ന സമയത്ത്, ഭക്ഷണം നന്നായി ചവച്ച് ഭക്ഷണം ഇറക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്നറിയോ? ലെപ്റ്റിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഗ്രലിന്റെ ഉൽപാദനം കുറയും. അപ്പൊ എന്താണ്? നമുക്ക് ഒരു സംതൃപ്തി പെട്ടെന്ന് ഫീൽ ചെയ്യും. പെട്ടെന്ന് സംതൃപ്തി ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള ഗുണം? കുറച്ചു ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറിന് മതി, നമ്മൾ ഓക്കെ ആയി, നമ്മുടെ വിശപ്പ് മാറി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി, കുശാലായി എന്നുള്ള ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിന് കിട്ടും. അപ്പൊ എന്താണ്? ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറച്ച് ഭക്ഷണമേ കഴിക്കൂ.
അപ്പോൾ കുറച്ച് ഭക്ഷണം ചവച്ച് 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 കഴിക്കുമ്പോൾ ഇത് സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ലെപ്റ്റിന്റെ ഉൽപാദനം കൂടി ഗ്രലിൻ കുറയുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുശാലായി നമ്മുടെ വയറ് നിറഞ്ഞു മതി എന്നാണ്. അപ്പൊ ആ മതി എന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ നമ്മുടെ ഡയറ്റിങ്ങിനെ സഹായിക്കില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ദഹന വ്യവസ്ഥ, ദഹനം നന്നായി നടക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പോയിന്റ് അധിക പേർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തടി കുറയ്ക്കാനായിട്ടും പൊണ്ണത്തടി കുറയ്ക്കാനായിട്ടും പല കാര്യങ്ങൾക്കായിട്ട്, അപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഡയറ്റ് പാളിപ്പോകുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ചവയ്ക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മൊബൈലിനെ അവിടെ നിന്ന് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് നമ്മുടെ ഭക്ഷണം വായിലിട്ടിട്ട് നന്നായി ചവച്ച് 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 അതങ്ങ് ഇറക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാത്ത ധാരാളം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ട് ചവച്ചിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്നായിട്ട് ദഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ഈ പറയുന്ന ദഹന വ്യവസ്ഥ വളരെ ക്ലീൻ ആയിരിക്കും. അപ്പോൾ പല രീതിയിൽ നമുക്ക് നന്നായിട്ട് ന്യൂട്രിയൻസ്, അതിലുള്ള എല്ലാ അയണും കാൽഷ്യവും മഗ്നീഷ്യവും അങ്ങനെയുള്ള ധാതു ലവണങ്ങളും വൈറ്റമിനുകളും എല്ലാ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ട് ആഗിരണം ചെയ്യപ്പെടും. അല്ലാതെ ഈ മൊബൈലും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ടി വി കാണാം, മൊബൈൽ തന്നെ കാണുന്നില്ല കേട്ടോ, ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ലാപ്ടോപ്പിൽ പണിയെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതായത് ഇപ്പൊ ടോയ്ലറ്റ് പോകുന്ന, നമ്മൾ കക്കൂസിൽ പോകുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആ ചെയ്യുന്ന പ്രോസസ്സ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിലല്ല നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ ടി വിയിലാണ്. എത്ര പേരാ ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാറുള്ളത്? അത് ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവിടെയാണ്, ഭക്ഷണം കഴിക്കണേലല്ല. അപ്പൊ പ്രോപ്പറായിട്ട് നിങ്ങൾ ചവയ്ക്കില്ല, പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഭക്ഷണത്തിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കണേ, നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന്റെ സ്വാദ്, അതിന്റെ മണം, ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് ഹാപ്പി ആവുക. ഇത് നിങ്ങളുടെ പലതരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിനെ, ചില ആളുകൾ സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മനസ്സ് ഇതാവുന്ന സമയത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അതെന്താ? ഈ ഭക്ഷണം നമ്മളെ ആസ്വദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എങ്ങനെ കഴിക്കണം? ആ ഭക്ഷണത്തിന്റെ രുചി, മണം ഒക്കെ ആസ്വദിച്ച് കഴിക്കണം. ഇത് നിങ്ങളുടെ നല്ല ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ അതുവഴി നമുക്ക് സ്ട്രെസ് കുറയും, നമ്മുടെ മെന്റൽ ടെൻഷൻസ് കുറയും, നമ്മൾ ഹാപ്പി ആവും. അല്ലെ? നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാറില്ലേ? പക്ഷേ അത് ഈ പറയുന്ന പോലെ വലിച്ചു വാരിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചാലോ, അത് എത്ര നല്ല ഭക്ഷണമാണെങ്കിലും നിങ്ങൾക്കത് സന്തോഷം തരില്ല. അപ്പോൾ പല കാര്യങ്ങൾ, പ്രോപ്പർ ഡൈജഷൻ, വെയിറ്റ് കുറയ്ക്കാൻ, ഈ പറയുന്ന പോലെ വയറ് പെട്ടെന്ന് ഫില്ലായി എന്നുള്ളത് നമ്മുടെ തലച്ചോറിന് ബോധിപ്പിക്കാൻ, ഈ പറയുന്ന മലബന്ധം കുറയ്ക്കാൻ, സ്ട്രെസ് കുറയ്ക്കാൻ, ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ, ആകെ മൊത്തം ഫീൽ ഗുഡ് ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ടി വി ആ സമയത്ത് ഓഫ് ചെയ്യുക, മൊബൈല് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാറ്റിവെക്കുക. ഒരു കാരണവശാലും കുട്ടികളെ മൊബൈൽ കാണിച്ചിട്ട്, എത്ര മാതാപിതാക്കളാണ് മൊബൈൽ കാണിച്ച് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക? അപ്പൊ തന്നെ തുടങ്ങാണ് ആ ശീലം. പിന്നെ അവർക്ക് ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടില്ലേ? ആ ശീലം എപ്പോഴെങ്കിലും മാറും? ഒരിക്കലും മാറില്ല. അവരത് കണ്ടിന്യൂ ചെയ്യും. ഒരു കാരണവശാലും കുട്ടികളെ മൊബൈൽ കാണിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കരുത്. കാരണം നമ്മൾ ഈ തെറ്റായിട്ടുള്ള ശീലം, അവർ പ്രോപ്പറായിട്ട് ചവയ്ക്കില്ല, പ്രോപ്പറായിട്ട് ഇറക്കില്ല, ഈ പറയുന്ന പോലെയുള്ള ഒരു ന്യൂട്രിയൻസും അവരുടെ ശരീരത്തിലേക്ക് എത്തില്ല. പിന്നെ ഈ പറയുന്ന ഭക്ഷണം ഒന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു തരത്തില് അവരിങ്ങനെ എന്താ പറയാ, മെക്കാനിക്കലായിട്ട് ഇങ്ങനെ യാന്ത്രികമായിട്ട് അത് കഴിച്ച് വിഴുങ്ങി വിടുക ചെയ്യുക. ഭക്ഷണം കഴിക്കില്ല, വിഴുങ്ങുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. മാക്സിമം പേരിലേക്ക് എത്തിക്കണം. കാരണം ടോയ്ലറ്റിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്ന പോലെ, ഒന്നുകിൽ അതിനേക്കാൾ കൂടുതൽ, അറ്റ്ലീസ്റ്റ് അവിടെ പോകുമ്പോൾ വെള്ളമാവുമെന്ന് പേടിച്ചിട്ടെങ്കിലും ചിലർ മാറ്റിവെക്കും. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ശീലമാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ പേരിലേക്ക്, അതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ടോക്കുമായി വരുന്നത് വരെ ബൈ.